യോനായുടെ പുസ്തകം എടുക്കാം. സ്തോത്രം. 4-ാം അധ്യായം എടുക്കാം. 6-ാമത്തെ വാക്യം. യോനായുടെ പുസ്തകം. ലൂക്കോസ് കഴിഞ്ഞല്ല, പഴയ നിയമത്തിൽ. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. തമ്പുരാന് ഒരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി. ഒരു ദൂതൂടെ പറയാം, നിന്റെ സങ്കടത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ ദൈവം കൽപ്പിച്ചൊരു വഴി ഉണ്ടാക്കാൻ പോവാ. അത് ഒത്തിരി നാൾ നിൽക്കത്തില്ല, പക്ഷേ നീ അതിൽ സന്തോഷിക്കും. ഓ ഗ്ലോറി ടു ഗോഡ്. ആമേൻ. അത് മറ്റൊരു വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഈ ദൂതിനകത്തൊന്ന് പറയണമെന്ന് എന്നോട് ദൈവം പറയുക. ആമേൻ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി നിന്നെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ തമ്പുരാൻ ചിലതിനോട് കൽപ്പിക്കാൻ പോവാ. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസമുണ്ടോ നിനക്ക്? ഇന്ന് ഇവിടുന്ന് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പം തമ്പുരാൻ കൽപ്പിച്ച ചിലത് നിന്റെ വീട്ടിൽ മുളയ്ക്കട്ടെ. ഓ ദൈവം, യെസ്. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. യഹോവയായ ദൈവം ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ആമീൻ വരുന്നില്ല. മിനിറ്റുകൾ കൊണ്ട് അത് വളർന്നു പൊങ്ങി അവന്റെ തലയുടെ മുകളിൽ കൊട പോലെ വിരിഞ്ഞു. ഞാനൊരു ദൂത് പറയാം നിന്നോട്. ഗ്ലോറി ടു ഗോഡ്. നീണ്ട കൊല്ലം കൊണ്ട് നടക്കേണ്ട ചിലത് എന്റെ ദൈവം കൽപ്പിച്ചാൽ മണിക്കൂറുകൾക്കകത്ത് നിനക്ക് സന്തോഷിക്കാനുള്ള വക സ്തോത്രം. കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഒറ്റ വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോയി, ഇനി ശുശ്രൂഷ ചെയ്യാൻ പോവാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ച് ചില വഴി തുറക്കണം? കൽപ്പിച്ചു തുറക്കും. യേശുവിൽ കൽപ്പിച്ചു തുറക്കും. ദൈവം കൽപ്പിക്കും. യേശു കൽപ്പിച്ചു തുറക്കും. നീ കഴിഞ്ഞ രാത്രി നിന്റെ ഉറക്കം കെടുത്തിയ വിഷയത്തിൽ തമ്പുരാൻ കൽപ്പിക്കാൻ പോവാ. തുറന്നു വാ. ബൈബിളിലെ ഒരു വാക്യമായി എഫഥാ, തുറന്നു വരിക. യേശുവിന്റെ നാമത്തിൽ തമ്പുരാൻ കൽപ്പിക്കുന്നു. അടഞ്ഞു പോയത്, ശത്രു അടച്ചത്, ഓ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആയി വാ. ദൈവത്തെ സ്തുതിക്കേണ്ട വക എപ്പോഴാ വരുന്നതെന്ന് അറിയാമോ? ദൈവം എങ്ങനെയാണ് തുറക്കുന്നതെന്ന് പഠിക്കുമ്പോഴാ. ഒന്ന് നെഞ്ചത്ത് കഴിച്ചാറ, ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പറ. വിശ്വാസം പറ, ദൈവം എനിക്ക് വേണ്ടി. ഓ ഗ്ലോറി ടു ഗോഡ്. അടുത്തൊരു 10-45 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ചിത്രം വരും, എങ്ങനെയാ ദൈവം വഴി തുറക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും നിന്റെ കുടുംബത്തെ തകർക്കത്തില്ല. എഴുതിയിടുക. ദൈവാത്മാ പറയാം, നീ കാണാത്ത വഴി, അറിയാത്ത വഴി, കണ്ടിട്ടില്ലാത്ത വഴി എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ. സ്തോത്രം. ഈ നിങ്ങൾ ശ്രദ്ധിക്കണം, 3 അവസ്ഥ. ഒന്നുകൂടെ പറയാം. ഒന്ന്, സകല വഴികളും അടഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ 3 പിള്ളേരുണ്ട്. മൂത്തവൻ്റെ ജോലി പോയി, രണ്ടാമത്തവൻ്റെ ജോലി ഉടനെ പോകും, മൂന്നാമത്തവനെ സ്തോത്രം 1 മാസം കൂടെ ജോലി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പൻ്റെ ജോലി സ്ഥലത്ത് അപ്പന് പോകാൻ വയ്യാത്ത ഒരു അസുഖം, വഴികൾ അടഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലാകാനാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നലെ ഞാൻ കേട്ട ഒരു വാർത്ത പറയാം. 2 പെൺകുഞ്ഞുങ്ങളുള്ള ഒരു അപ്പനും ഹല്ലേലൂയ അമ്മയും. സ്തോത്രം. അമ്മ ജോലിക്കാരിയാ, മൂത്ത മോള് ജോലി ചെയ്യുന്ന ആളാ, ഇളയ മോള് ജോലി ചെയ്യുന്ന ആളാ. മൂത്ത മോള് പ്രഗ്നൻ്റ് ആയി. സ്തോത്രം. ഡെലിവറി അടുത്തു. അപ്പോൾ അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. രണ്ടാമത്തെ മോള് സ്തോത്രം ആക്റ്റീവായ പോകുമ്പം ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ട് നിർത്തിയതാ. വണ്ടി കാലയിലോട്ട് പറഞ്ഞു, ആ കാൽ ഒടിഞ്ഞുപോയി. 3 മാസം ബെഡില്. സ്തോത്രം. രാത്രി ഒരു കുപ്പി മേശപ്പുറത്തു നിന്ന് താഴെ വീണ് ചതറി. അപ്പൻ ലൈറ്റ് ഇടാൻ എഴുന്നേറ്റ് പോയതാ. കുപ്പിച്ചിന്റെ ചവിട്ടി കാലിന്റെ പത്തി കീറിപ്പോയി. സ്തോത്രം. 21 കുത്തിക്കെട്ട് നെടുനീളത്തിൽ. ശ്രദ്ധിക്കണം. 3 മാസത്തേക്ക് ഹൈ ഷുഗറുള്ള ആളാ. ഇത് കരിയാനായിട്ട് ബെഡ് നിറങ്ങലെന്ന് പറഞ്ഞേക്കുവാ. ആ സ്ത്രീ എന്നോട് പറയുക, സകല വഴികളും അടഞ്ഞുകൊണ്ടിരിക്കുക.
ഞാനൊരു ദൂത് നിന്നോട് പറയാം. ഞാൻ എന്തിനാ ചില അനുഭവങ്ങൾ ഇന്നലെ കേട്ടതും മിനിഞ്ഞാന്ന് കേട്ടതും ഒക്കെ പറയുന്നത് ഇതെന്തുവാന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനാ. വഴികൾ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടര്, രണ്ട് സകല വഴികളും നീണ്ട മാസങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്നവര്. മൂന്നാമത്തെ കൂട്ടർ സകല വഴികളും വർഷങ്ങളായി അടച്ചു പൂട്ടി സീൽ ചെയ്തേക്കുക. പക്ഷെ ഇവിടെ ഒരു ദൂത് പറയാം, ഈ സാഹചര്യത്തിലും ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുക, നിനക്ക് വഴി ഓപ്പൺ ആകുന്നൊരു സെക്ഷനാണ്.